ധാന്യങ്ങൾ ചവിട്ടി മെതിക്കുന്ന കാളയുടെ വായ് നീ മൂടിക്കെട്ടരുത്. വേല ചെയ്യുന്നവൻ കൂലിക്ക് അർഹനാണ് എന്നും വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നു. നീതിമാൻ വളർത്തുമൃഗങ്ങളോട് ദയ കാട്ടുന്നു. ദുഷ്ടന്മാരുടെ ഹൃദയം ക്രൂരത നിറഞ്ഞതാണ്. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 18-ാം വാക്യം, ധാന്യങ്ങൾ ചവിട്ടി മരിക്കുന്ന കാളയുടെ വായ് നീ മൂടിക്കെട്ടരുത്. പ്രിയമുള്ളവരെ, പണ്ടൊക്കെ നമ്മൾ പാടം ഉഴുതുമറിക്കുന്നതിന് നമ്മുടെ സഹായത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഈ കാളയെ. നമ്മൾ നമ്മുടെ പണിക്ക് വേണ്ടിയിട്ട് നമ്മൾ അന്ന് കാശ് കൊടുത്താണ് വാങ്ങിക്കൊണ്ടിരുന്നത്, അല്ലേ? നമുക്കൊരു കാളയെ വേണമെങ്കിൽ അതിൻ്റെ വില കൊടുത്ത് വേണം നമുക്ക് വാങ്ങുവാനായിട്ട്. ഇല്ലെങ്കിൽ കുറച്ച് ദിവസത്തെ ജോലിയേ ഉള്ളൂ എങ്കിൽ ആ സമയത്ത് കാളയെ വാടകയ്ക്ക് എടുക്കുന്നവരും ഉണ്ടായിരുന്നു. ഇന്ന് ടെക്നോളജിയൊക്കെ മാറി, ഇന്ന് മെഷീൻസാണ് ആ ജോലിയൊക്കെ ചെയ്യുന്നത്. ഇന്ന് കാളകളുടെ പ്രസക്തി അധികമില്ല. എങ്കിലും നമുക്കറിയാം, ഉൾനാടുകളിലൊക്കെ കാളയെ ഇന്നും ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷേ വിശുദ്ധ ലിഖിതം ഇവിടെ പറഞ്ഞു വെക്കുകയാണ്, ധാന്യങ്ങൾ ചവിട്ടി മെതിക്കുന്ന കാളയുടെ വായ് നീ മൂടിക്കെട്ടരുത്. ഒരു കാളയെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ അതിന് പാർപ്പിടം ഒരുക്കി കൊടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം നമ്മൾ കൊടുക്കണം, പുല്ല് വൈക്കോല് ഇവയൊക്കെ നമ്മൾ കൊടുക്കണം. പിന്നെ അതിന് വേണ്ട വെള്ളം നമ്മൾ കൊടുക്കണം. ഇല്ലെങ്കിൽ ഭക്ഷണം കിട്ടാതെ വെള്ളം കിട്ടാതെ കാള എത്തുപോകും. അത് നമുക്ക് നഷ്ടമുണ്ടാക്കും. നഷ്ടം വരാൻ ഒരിക്കലും നമ്മൾ തയ്യാറാവുന്നില്ല. ഉടമസ്ഥൻ ഒരിക്കലും നഷ്ടം വരാൻ തയ്യാറാവില്ല. അതുകൊണ്ട് കാളയ്ക്ക് വേണ്ട പാർപ്പിടം ഒരുക്കി കൊടുക്കും, അതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം നമ്മൾ ഒരുക്കി കൊടുക്കും, വെള്ളം ഒരുക്കി കൊടുക്കും. കറ്റ മെതിക്കുമ്പോഴും ഇത് തന്നെ. അതിൻ്റെ അവകാശമാണ്, കാളയുടെ അവകാശമാണ് ധാന്യങ്ങൾ ചവിട്ടി മെതിക്കുമ്പോൾ അതിന് അല്പമൊന്ന് തിന്നണം, ഒരു കറ്റ അടിച്ചു പറിച്ച് തിന്നണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ തിന്നാനുള്ള അത് അതിൻ്റെ അവകാശമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ലിഖിതം പറഞ്ഞു വയ്ക്കുന്നത്, ധാന്യങ്ങൾ ചവിട്ടി മെതിക്കുമ്പോൾ കാളയുടെ വായ് നീ മൂടിക്കെട്ടരുത്. സുഭാഷിതങ്ങൾ 12-ാം അധ്യായം 10-ാം വാക്യം, നീതിമാൻ വളർത്തുമൃഗങ്ങളോട് ദയ കാട്ടുന്നു. ദുഷ്ടന്മാരുടെ ഹൃദയം ക്രൂരത നിറഞ്ഞതാണ്. നമ്മൾ നമ്മുടെ വീടുകളിൽ വളർത്തുന്ന വളർത്തുമൃഗങ്ങളോട് നീതിമാനാണെങ്കിൽ അതിനോട് ദയ കാട്ടും, അല്ലേ? നമ്മൾ ഇതുപോലെ കാശ് കൊടുത്ത് വാങ്ങിയ കാള അല്ലെങ്കിൽ പശു, വീട്ടിൽ വളർത്തുന്ന മറ്റു മൃഗങ്ങൾ, ഇവയെല്ലാം നമുക്ക് പ്രയോജനമുള്ളവയാണ്. അതുകൊണ്ട് നീതിമാനായിട്ടുള്ള ഒരു വ്യക്തി, അതിനോട് സ്നേഹമുള്ള ഒരു വ്യക്തി, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി അതിനോട് എന്ത് കാണിക്കും? ദയ കാണിക്കും. ഒരിക്കലും അതിനെ ഉപദ്രവിക്കുകയില്ല. പ്രിയമുള്ളവരെ, ഈ കാളയുടെ ഉപമയിലൂടെ എന്താണ് പറഞ്ഞു വയ്ക്കുന്നത്? നമ്മൾ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കാളയ്ക്ക് ഇത്രയും അവകാശങ്ങൾ ഉണ്ട് എങ്കിൽ അതിനോട് ഇത്രയും നീതിയും ദയയും നമ്മൾ കാട്ടണമെങ്കിൽ അതിനേക്കാൾ എത്രയോ വലിയവരാണ് മനുഷ്യർ. ദൈവത്തിൻ്റെ മക്കളായ നമ്മുടെ സഹോദരങ്ങളായ മനുഷ്യർ, അവരോട് നമ്മൾ എത്രയോ അധികമായിട്ട് നീതിയും ദയയും കാണിക്കണം. പ്രിയമുള്ളവരെ, ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അവസ്ഥ നോക്കുമ്പോൾ, ഇന്നത്തെ മനുഷ്യൻ്റെ അവസ്ഥ
നേരത്തെ കാളയുടെ അവസ്ഥയേക്കാൾ മോശമാണ്. വേല ചെയ്യുന്നവൻ കൂലിക്ക് അർഹനാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിശുദ്ധ ലിഖിതം പറഞ്ഞു വയ്ക്കുക, കറ്റ മെതിക്കുന്ന കാളയുടെ വായ് നീ മൂടിക്കെട്ടരുത്. നമ്മുടെ വീടുകളിൽ പണിയെടുക്കുന്നവർ, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ പണിയെടുക്കുന്നവർ, അവര് എല്ലാം ഈ പറഞ്ഞ നീതിക്ക് അർഹരാണ്. ഒരു കാളയെ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുന്നു, അതുകൊണ്ട് അതിന് ശമ്പളം കൊടുക്കണം. പകരം പാർപ്പിടവും തീറ്റയും വെള്ളവും മാത്രം കൊടുത്താൽ മതി. പക്ഷേ നമ്മുടെ സ്ഥാപനങ്ങളിൽ ജോലിയെടുക്കുന്ന മനുഷ്യർ അവരെ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുന്നവരല്ല. അതുകൊണ്ടാണ് നമ്മൾ അവർക്ക് ശമ്പളം കൊടുക്കുന്നത്. അവർ ദൂരെയാണ് പണിയെടുക്കുന്നതെങ്കിൽ അവർക്ക് താമസിക്കുവാനായിട്ടുള്ള വീട് നമ്മൾ ഒരുക്കി കൊടുക്കണം. അവർക്ക് വേണ്ട ഭക്ഷണത്തിൻ്റെ കാര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം. ഇതെല്ലാം നമ്മുടെ അവകാശമാണ്. ഒരു നീതിയുള്ള ഒരു മനുഷ്യന്റെ കടമയാണ് തൻ്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ തൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന തൻ്റെ ജോലിക്കാരോട് മാന്യമായിട്ട് പെരുമാറുക, അവർക്ക് മാന്യമായിട്ടുള്ളതെല്ലാം കൊടുക്കുക എന്നുള്ളത് ഒരു നീതിമാനായിട്ടുള്ള വ്യക്തിയുടെ ലക്ഷണമാണ്. അതാണ് വിശുദ്ധ ലിഖിതം ഇവിടെ പറഞ്ഞു വെക്കുന്നത്. നീതിമാൻ വളർത്തു മൃഗങ്ങളോട് ദയ കാട്ടും. നീതിമാനായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ വളർത്തുമൃഗങ്ങളോട് ദയ കാട്ടും. അങ്ങനെയാണെങ്കിൽ ആ നീതിമാനായിട്ടുള്ള ഒരു വ്യക്തി തൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മനുഷ്യരോട് എന്തുമാത്രം കൂടുതലായിട്ട് ദയ കാണിക്കും. പ്രിയമുള്ളവരെ, നമുക്ക് ഒന്ന് ചിന്തിക്കാം, നമുക്ക് നമ്മെ തന്നെ ഒന്ന് വിലയിരുത്താം. എൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരോട് ഞാൻ മാന്യമായിട്ടാണോ സംസാരിക്കുന്നത്? ഞാൻ മാന്യമായിട്ടാണോ അവരോട് ഇടപെടുന്നത്? ഒരു മനുഷ്യനെന്നുള്ള വിലയാണോ ഞാൻ അവർക്ക് കൊടുക്കുന്നത്? അവർക്ക് അർഹതപ്പെട്ട കൂലി ഞാൻ കൊടുക്കുന്നുണ്ടോ? അധ്വാനിക്കുന്നവൻ പറമ്പിൽ അധ്വാനിച്ചിട്ട് വന്നാൽ അവൻ്റെ വിയർപ്പ് ഉണങ്ങുന്നതിന് മുമ്പ് അവന് കൂലി കൊടുക്കണം എന്നാണ് വിശുദ്ധ ലിഖിതം പറഞ്ഞു വയ്ക്കുക. ഞാനത് നിർവഹിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് വിലയിരുത്താം. ഇല്ലെങ്കിൽ നമ്മൾ സക്കേവൂസിനെ പോലെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സക്കേവൂസ് മരത്തിൻ്റെ മുകളിൽ കയറി ദൈവത്തെ കാണുന്നതിന് വേണ്ടിയിട്ട് മരത്തിൻ്റെ മുകളിൽ കാണിക്കുന്നത് അവൻ്റെ ഉയരമാണ് കാണിക്കുന്നത്, അല്ലേ? അത്രമേൽ ഉയരത്തിലായിരുന്നു സക്കേവൂസ്. നമ്മളും സക്കേവൂസിനെ പോലെ ഇതുപോലെ ഉയരത്തിലാണോ ഇരിക്കുന്നത്? എന്ത് ഉയരത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്? പണത്തിൻ്റെ ഉയരത്തിലാണോ? അതോ പദവിയുടെ ഉയരത്തിലാണോ നമ്മൾ ഇരിക്കുന്നത്? അവിടുന്ന് നമ്മൾ താഴേക്കൊന്ന് ഇറങ്ങി വരണം. നമ്മൾ നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരോട് നീതി പുലർത്തിയിട്ടില്ല എങ്കിൽ സക്കേവൂസ് ചെയ്തതുപോലെ ഞാൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ കാണുന്നവരെല്ലാം ഒന്ന് ചിന്തിക്കണം. ആരുടെയെങ്കിലും സ്ഥാപനത്തിലോ വീട്ടിലോ പാവങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ
മാന്യമായതെല്ലാം അവർക്ക് കൊടുക്കണം. നമ്മെപ്പോലെ തന്നെ അവരും ഈ ലോകത്തിൻ്റെ അവകാശികളാണ്. നമ്മൾ ഈ ലോകത്തിൽ നിന്നും മാഞ്ഞു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല. ആരും ആരുടെയും അടിമയല്ല. ആരും ആരുടെയും സ്വന്തവുമല്ല. എല്ലാത്തിൻ്റെയും അവകാശി, എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ ഒരാൾ മാത്രമേ ഉള്ളൂ. അത് സർവശക്തനായ ദൈവം മാത്രം. ആ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, ആ ദൈവത്തിൻ്റെ അവകാശപ്പെട്ടതാണ് ഈ സർവ്വവും. നമ്മളെ എല്ലാം ഇത് ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട്, അതുപോലെ മനുഷ്യർക്ക് വേണ്ടിയിട്ടും ഈ ഭൂമി ദൈവം സൃഷ്ടിച്ച് ഒരുക്കി തന്നു. മനുഷ്യനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് ഇതിനെ പരിപാലിക്കുക എന്നുള്ളത്. അവകാശമാക്കുക എന്നുള്ളതല്ല. അവകാശി ദൈവം മാത്രമാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അവകാശി ദൈവം മാത്രമാണ്. നമുക്കറിയാം, അലക്സാണ്ടർ ചക്രവർത്തി ഈ ലോകം മുഴുവനും സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹവുമായി പുറപ്പെട്ട ആ മനുഷ്യൻ അല്ലേ, നിസാരം ഒരു ചെറിയ അസുഖം മൂലം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ആ സമയത്താണ് വ്യക്തിക്ക് മനസ്സിലായത്, ഞാൻ ഈ ലോകം മുഴുവനും നേടിയിട്ട് എന്ത് പ്രയോജനം, ഇത് ഞാൻ ഒന്നും കൂടെ കൊണ്ടുപോകുന്നില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞ് എൻ്റെ 2 കൈകളും എന്നെ സംസ്കരിക്കുമ്പോൾ എന്ത് ചെയ്യണം? ശവപ്പെട്ടിയുടെ പുറത്തേക്ക് ഇടണം. എന്തിനു വേണ്ടിയിട്ടാണ് ഇടേണ്ടത്? ഞാൻ ഒന്നുമില്ലാതെ ഈ ലോകത്തിലേക്ക് വന്നു, ഒന്നുമില്ലാതെ തന്നെ തിരിച്ചു പോകുന്നു. ഇത് എല്ലാവരും കാണണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ സമ്പാദ്യം എന്ന് പറയുന്നത് ഇവിടെയുള്ളതല്ല. ഈശോ പറഞ്ഞു, എൻ്റെ ലോകം ഐഹികമല്ല, ഇവിടെയല്ല. എൻ്റെ ലോകം ഇവിടെയല്ല. ഞാൻ നിങ്ങൾ കാണാത്ത ഒരു ലോകത്തിൻ്റെ രാജാവാണ്. ആ ലോകത്തിൻ്റെ അവകാശികളാണ് നമ്മൾ. ആ ഈശോയോട് ചേർന്ന് വസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവിടുത്തെ കൂട്ടവകാശികളാണ് നമ്മൾ. അതുകൊണ്ട് നമുക്ക് ഇന്നു മുതൽ ഒന്ന് ചിന്തിക്കാം. നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ഞാൻ മാന്യമായ ശമ്പളം കൊടുക്കുന്നുണ്ടോ? അർഹതയില്ലാത്തത് എന്തെങ്കിലും അവരിൽ നിന്ന് ഈടാക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തുന്ന വളർത്തുമൃഗങ്ങളോട് ദയ കാണിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ദൈവം നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള മനുഷ്യരോട്, നമ്മുടെ സഹോദരങ്ങളോട് നമ്മൾ വേണ്ട രീതിയിൽ പെരുമാറിയില്ലെങ്കിൽ, വേണ്ട രീതിയിൽ അവർക്ക് അവകാശപ്പെട്ടത് കൊടുത്തില്ല എങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള പരിഹാരം നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. സക്കേവൂസിനെ പോലെ ഇരട്ടിയായിട്ട് ഞാൻ തിരിച്ചു കൊടുക്കുന്നു എന്ന് പറയാനുള്ള ഒരു മാനസാന്തരം നമുക്കുണ്ടാകണം. നമ്മൾ ആരുടെയെങ്കിലും വക തട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളത് തിരിച്ചു കൊടുക്കും. എന്നിട്ടൊരു തീരുമാനമെടുക്കുക, നാളെ മുതൽ എൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്കെല്ലാം അവകാശപ്പെട്ടത് ഞാൻ കൊടുക്കും. അധ്വാനിപ്പവരെ, ഭാരം വഹിച്ചിടുന്നവരെ, വരുവിൻ എന്നരുകിൽ, നിങ്ങൾ കരുളാമാശ്വാസം. ദുഃഖിതമാനസരെ, തടവിൽ കഴിയും മാനവരെ, നല്ലൊരു വാർത്തയിതാ, നിങ്ങൾ കരുളാം സ്വാതന്ത്ര്യം. നല്ലൊരു വാർത്തയിതാ, നിങ്ങൾ കരുളാം സ്വാതന്ത്ര്യം.
നല്ലൊരു വാർത്തയിതാ നിങ്ങൾ കരുളാം സ്വാതന്ത്ര്യം. ഈശോ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.